ആലപ്പുഴ അമ്പലപ്പുഴ കാക്കാഴത്ത് ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. വൻ നാശനഷ്ടം. അഗ്നിരക്ഷാ സേനയെത്തി തീയണയ്ക്കുകയാണ്. വിവരങ്ങൾ മനീഷ് മഹിപാൽ നൽകും. വലിയ തീപിടുത്തമാണ്. ഇതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനീഷ്, ഇപ്പോൾ എന്താണ് അവസ്ഥ? അവിടുത്തെ തീ അണയ്ക്കാനായോ? വിവിധ ഇപ്പോൾ ഏകദേശം 90% തീ അണച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു 10% തീ നിലവിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാരാണ് ആദ്യം തീ അണയ്ക്കാൻ എത്തിയിട്ടുള്ളത്. എന്താണ് തീ പടരാനുള്ള കാരണം എന്നത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഫയർഫോഴ്സ് അമ്പലപ്പുഴയിൽ നിന്നും സ്ഥലത്ത് എത്തിയെങ്കിലും ഇടവഴി ആയതുകൊണ്ട് തന്നെ ഈ ആക്രിക്കടയിലേക്ക് പ്രവേശിക്കാൻ ഈ ഫയർഫോഴ്സിന്റെ വാഹനത്തിന് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രണ്ടാമത് ഫയർഫോഴ്സിന്റെ ഓഫീസിൽ ചെന്ന് ഓസ് അധികമായി ഘടിപ്പിച്ച്, അതായത് കുഴൽ അധികമായി ഘടിപ്പിച്ചുകൊണ്ടാണ് ജലം ഈ ആക്രിക്കടയുടെ ഭാഗത്തേക്ക് എത്തിച്ചത്. വലിയ ആക്രിക്കടയാണ്. അതായത് കുറെ സാധനങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് വെക്കുന്ന വലിയ ഒരു ഏക്കറിന് അടുത്തുള്ള സ്ഥലം മൊത്തം ഈ ആക്രി ശേഖരണത്തിന് വേണ്ടി വെക്കുന്നതാണ്. കടുത്ത വേനലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മാർഗത്തിൽ തീ പിടിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും തീ അണച്ച ശേഷം മാത്രമായിരിക്കും ഫയർഫോഴ്സ് സംഘം പോവുക. നിലവിൽ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ പുക ആ പ്രദേശത്ത് ആകെ ഉണ്ട്. അങ്ങനെ ആളുകൾക്ക് ആ രീതിയിൽ പുകയുടെ വലിയൊരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ തീ പൂർണ്ണമായി അണയ്ക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നാട്ടുകാരും ഒപ്പം തന്നെ ഫയർഫോഴ്സും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം 90% തീ അണച്ചു എന്നുള്ളതാണ്. ശ്രീനിത. ശരി. ആലപ്പുഴ അമ്പലപ്പുഴ കാക്കാഴത്താണ് ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായത്. തീ ഏകദേശം 90% തീ അണയ്ക്കാനായിട്ടുണ്ട്. പക്ഷെ വലിയ രീതിയിൽ നാശനഷ്ടമുണ്ട്. 1 ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ആക്രിസാധനങ്ങൾ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതൊരു ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പുക മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.